മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ ഇന്ന് വിധി. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിന്റെ വിധി പറയുന്നത്. ആന്റണി രാജുവും സെക്ഷൻ ക്ലാർക്ക് ജോസും ചേർന്ന് മയക്കുമരുന്ന് കേസിലെ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. വിദേശ പൗരനായ പ്രതിയുടെ അടിവസ്ത്രമായിരുന്നു തൊണ്ടിമുതൽ. ജിബിൻ ജെബിയുണ്ട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ജിബിൻ ജെബി, ഗുഡ് മോർണിംഗ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി വരാൻ പോകുന്നത്. അവിടെ നിന്ന് ഈ വിദേശ പൗരൻ രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലെത്തി അവിടെ നിന്ന് പിന്നീട് ലഭ്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് വഴിത്തിരിവിലേക്ക് നീങ്ങിയത്. വിശദാംശങ്ങൾ എന്ത്, എപ്പോഴായിരിക്കും വിധി പറയുക? മോദി ലഹരിക്കടത്ത് കേസിലെ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന് കാട്ടിക്കൊണ്ടാണ് ആന്റണി രാജു ഒന്നാം പ്രതിയായി ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയുന്നത്. കേസ് 11 മണിക്ക് ആദ്യ കേസായി തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 1990-ലാണ്. 90 ഏപ്രിൽ 24. അന്ന് ആന്റണി രാജു തിരുവനന്തപുരം കോടതിയിൽ അഭിഭാഷകനായിരുന്നു. ഈ സമയത്താണ് അവിടെ എത്തിയത്. അതായത് ഈ അടിവസ്ത്രത്തിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂവിനെ അന്ന് പിടികൂടിയിരുന്നു. പിന്നീട് ഇയാളെ കുറ്റം തെളിവായതിനെ തുടർന്ന് അന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഹൈക്കോടതിയിൽ പോയപ്പോൾ അടിവസ്ത്രം ഇയാൾക്ക് പാകമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ കേസിൽ നിന്ന് വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അന്നത്തെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും സെഷൻസ് കോടതിയിലെ ഒരു ക്ലർക്കും ചേർന്ന് നടത്തിയ കൃത്രിമമാണ് ഇത്തരത്തിൽ ഈ അടിവസ്ത്രം പാകമല്ലാത്ത രീതിയിൽ കണ്ടെത്താൻ കാരണമെന്ന് കണ്ടെത്തിയും ആന്റണി രാജുവിനെ പ്രതിയാക്കി ആന്റണി രാജുവിനെയും സെഷൻസ് കോടതിയിലെ ക്ലർക്കായി ജോസിനെയും ഒന്നും 2 പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പക്ഷേ ഏകദേശം ഒരു 19 വർഷത്തോളം ഈ കേസിൽ പിന്നീട് ഒരു അനക്കവുമില്ലായിരുന്നു. 2006-ലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ കേസ് വലിയ രീതിയിലുള്ള ഒരു അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതി ഒരു വർഷത്തിനകം തന്നെ 2022 ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന സമയത്താണ് എത്രയും വേഗം ഒരു വർഷത്തിനകത്ത് തന്നെ ഈ കേസിൽ ഒരു വിധി പറയണമെന്നുള്ള ഒരു പ്രസ്താവന. തുടർന്നാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തുടർച്ചയായ വാദങ്ങൾ കേൾക്കുകയും ആന്റണി രാജു തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്നത്തേക്ക് ഈ കേസ് വിധി പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു കേസാണ്. ഏകദേശം 19 വർഷത്തോളം ഒരു അനക്കവുമില്ലാതെ വരുന്ന കേസിലാണ് ഇന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്.